വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാനയെ ബേലൂർ മഖ്നയെ ട്രാക്ക് ചെയ്ത് ദൌത്യസംഘം വീണ്ടും മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാം ദിനമാണ് ദൌത്യസംഘം കാട്ടാനയെ അന്വേഷിച്ചിറങ്ങുന്നത്. എന്നാൽ ഈ കാട്ടാന ഒരു ആക്രമണകാരിയായതിനാൽ തന്നെ ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തപ്പോൾ അതീവ ശ്രദ്ധയോടെയാണ് ദൌത്യസംഘം ഓരോ നീക്കങ്ങളും നടത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കാട്ടാന മണ്ണുണ്ടി വനത്തിനുള്ളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കോളനിക്കടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ട്രാക്ക് ചെയ്ത് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഈ സാഹചര്യം കണക്കിലെടുത്ത് കോളനിയിലുള്ളവരോട് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പടക്കം നൽകിയിരിക്കുകയാണ്. ഈ കാട്ടാനയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മരത്തിന് മുകളിൽ കയറി നിന്ന് ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ശ്രമം. ദൌത്യം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും ഈ കാട്ടാനയ്ക്ക് നേരെ മയക്കുവെടി വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിരവധി ആക്രമണങ്ങൾ അല്ലെങ്കിൽ നിരവധി അപകടങ്ങൾ ഈ കാട്ടാന വരുത്തി വെക്കുമെന്നാണ് പറയുന്നത്. മയക്കുവെടി വെക്കുന്ന ആൾക്ക് നേരെ ഒരുപക്ഷെ പാഞ്ഞെടുക്കാൻ പോലും സാധ്യതയുള്ള കാട്ടാനയാണ് ഇത്. ദൌത്യസംഘം ആനയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മറ്റാനകൾ കൂടെ ഉള്ളതിനാൽ മയക്കുവെടി വെക്കുക എന്നതും ഏറെ ദുഷ്കരമാകാൻ സാധ്യതയുണ്ടെന്നാണ് ദൌത്യസംഘം അറിയിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ 13 ടീമുകളായിട്ടാണ് ഇവർ ആനയെ നിരീക്ഷിച്ച് നിലയുറപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വനത്തിൽ നിന്ന് ആന പുറത്തിറങ്ങുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട്. മയക്കുവെടി വെച്ചാൽ കുങ്കിയാനകളുടെ സഹായം ഉടൻ തന്നെ ആവശ്യമായി വരും. ഇതിനായി കാടിന് സമീപം തന്നെ കുങ്കിയാനകളെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്ത് മാനന്തവാടി പരിസരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുന്നു. മാത്രമല്ല ജനങ്ങളോട് അനാവശ്യമായി ഒന്നും പുറത്തിറങ്ങരുത്, ഇത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബേലൂർ മഖ്ന എന്ന കാട്ടാനയെ കൂടാതെ കാട്ടിൽ 5ഓളം കാട്ടാനകൾ ഇത്തരത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊലയാളി കാട്ടാനയെ പിടികൂടാതെ വന്നതോടെ നാട്ടുകാർ അടക്കം വൻ പ്രതിഷേധം നടത്തുകയാണ്. പടമലയിൽ വെച്ചാണ് കാട്ടാന ഇക്കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. കർണാടകയിലെ റേഡിയോ കോളർ പിടിപ്പിച്ച മോഴ ആനയാണ് കാടിറങ്ങി ആക്രമണം നടത്തിയിരിക്കുന്നത്. ട്രാക്ടർ ഡ്രൈവറായ ചാലിഗത പടമല പനജിയിൽ അജി എന്ന അജീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. രാവിലെ പുല്ലരിയാൻ ഇയാൾ പോയതായിരുന്നു. ഈ സമയം അജീഷ് കാട്ടാനയ്ക്ക് മുന്നിൽ വന്നുപെട്ട ആനയെ കണ്ട് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയെങ്കിലും അജീഷിനെ പിന്തുടർന്നെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു. അജീഷിനെ ആന ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു. അതേസമയം ഈ കാട്ടാനയെ റേഡിയോ കോളർ മുഖേന ആന്റിന റിസീവർ എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ആന ഇപ്പോൾ ട്രാക്കിംഗ് ടീമിന്റെ വലയത്തിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വെറ്റിനറി ടീം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. കൃത്യമായിട്ട് സ്ഥലം എവിടെയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ വെറ്റിനറി സംഘം മയക്കുവെടി വെക്കാൻ തന്നെയാണ് നീക്കം. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ മുതൽക്ക് ഈ ആനയ്ക്ക് പിന്നാലെയാണ് ദൌത്യസംഘം പോയെങ്കിലും മയക്കുവെടി ശ്രമം ഫലിച്ചിട്ടില്ലായിരുന്നു. ആന അതിവേഗത്തിൽ നീങ്ങുന്നതാണ് ദൌത്യത്തിന് പ്രതിസന്ധിയായത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി വൈകിയതോടെ ദൌത്യം താൽക്കാലികമായി ഉപേക്ഷിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ആളെക്കൊല്ലി മോഴയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമുല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ജനങ്ങൾ അനാവശ്യമായി ഒന്നും പുറത്തിറങ്ങരുതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലിക വാച്ചർമാരെ പിടിച്ചുവിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് വനം വകുപ്പ്. നിലവിലുള്ള വാച്ചർമാരുടെ സേവനം മാർച്ച് 31 വരെ മാത്രം മതിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. RRD സംഘം ഒഴികെയുള്ള മുഴുവൻ താൽക്കാലിക വാച്ചർമാരെയും പിരിച്ചുവിടാനാണ് ഉത്തരവ്. മൂന്നാർ DFE ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ വാച്ചർമാരുടെ എണ്ണക്കുറവ് നിലനിൽക്കുന്നതിനിടെയാണ് പിരിച്ചുവിടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഡിവിഷനുകളിലെ വാച്ചർമാരെയാണ് പിരിച്ചുവിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.